ഡോക്ടർ, എന്താണ് ഈ COPD എന്ന അസുഖം? എങ്ങനെയാണത് ഉണ്ടാകുന്നത്? അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? COPD എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ശ്വാസകോശത്തിലെ വായു സഞ്ചാരത്തെ സ്ഥിരമായി തടസ്സം ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. COPD-യിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ COPD-യിൽ ശ്വാസനാളികളിൽ വീക്കം വരികയും ശ്വാസനാളികൾ ശാശ്വതമായി ചുരുങ്ങുകയും ശ്വാസകോശത്തിലെ വായുസഞ്ചാര അറകൾ നശിക്കുകയും ക്രമേണ നമ്മൾക്ക് ശ്വാസം പുറത്തേക്ക് വിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇതൊരു ദീർഘകാലം കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. പുകവലിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം. ശരി ഡോക്ടർ, ഈ യുവാക്കളിൽ COPD എന്ന അസുഖം ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ പുകവലി ഒരു കാരണമായി മാറുന്നില്ലേ? തീർച്ചയായും പുകവലി ഒരു പ്രധാനമായ കാരണം തന്നെയാണ്. ഇപ്പൊ 35 വയസ്സോ അതിനധികമോ ഉള്ള ആളുകളിലാണ് സാധാരണയായി COPD-യുടെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഇപ്പൊ ഈ യുവാക്കൾ ഏത് വയസ്സ് മുതലാണോ പുകവലിച്ചു തുടങ്ങിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 15 വയസ്സിന് താഴെ മുതലൊക്കെ പുകവലി തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഡ്യൂറേഷൻ ഓഫ് പുകവലി എക്സ്പോഷർ ഉണ്ടാവും. അതായത് സ്മോക്കിംഗ് ഇൻഡെക്സ് അത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകളിൽ COPD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പുകവലി മാത്രമല്ല ഈ COPD-ക്കുള്ള കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് പുക വലിക്കുകയും പുക ശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കും COPD വരാം. അതായത് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. ഉള്ള ആള് നമ്മുടെ കൂടെ ഉണ്ടായാലും മതി. അപ്പൊ വലിക്കുകയും അത് ശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കും പുകവലി വരാം. പിന്നെ എന്താന്ന് വെച്ചാല് ഒരു കുട്ടി, അതായത് ഒരു ഗർഭിണി, പുക വലിക്കുകയോ പുക ശ്വസിക്കുകയോ ചെയ്യുന്ന ഒരു ഗർഭിണി പ്രസവിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ മാസം തികയാതെ പ്രസവിക്കാം, അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ കുഞ്ഞിന് ജന്മം നൽകാം. ഇത് അല്ലാതെയും വരാം, പുകവലിയുള്ള ആളുകളിലും വരാം. അപ്പോൾ ഇങ്ങനത്തെ ആളുകളിൽ നമ്മൾ കാലക്രമേണ ഇവരുടെ ശ്വാസകോശത്തിന്റെ ഡെവലപ്മെന്റ് ഒരു അബ്നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് വരിക. അപ്പൊ അതും സിഒപിഡിക്ക് കാരണമായേക്കാം. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അത് COPD-ക്ക് കാരണമാണ്. ഒക്യുപ്പേഷണൽ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള കെമിക്കൽസിന്റെ എക്സ്പോഷേഴ്സ്, പുകയുടെ എക്സ്പോഷേഴ്സ്. പിന്നെ സ്ത്രീകളുടെ കാര്യമായിരിക്കും നോക്കിക്കഴിഞ്ഞാല് നമ്മളെ വീട്ടില് വിറകടുപ്പുള്ള ആളുകളിൽ വിറകിന്റെ പുക, അത് COPD-ക്ക് കാരണമാണ്. പിന്നെ ആസ്മ തന്നെ കുറെ നാള് കൃത്യമായി ചികിത്സ എടുക്കാതെ കൃത്യമായി അണ്ടർ ട്രീറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആസ്മ തന്നെയും COPD ഉണ്ടാവാം. പിന്നെ ജനിതകമായ ചില കാരണങ്ങളുണ്ട്, ആൽഫ-1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി മുതലായ കാര്യങ്ങൾ. അപ്പോൾ അതും യുവാക്കളിൽ ജനിതകമായിട്ടുള്ള കാര്യം, അതും ഒരു കാരണമാണ് COPD വരാനുള്ളത്. പ്രത്യേകിച്ച് അൺനോൺ കോസ് കാരണവും COPD വരാവുന്നതാണ്. ശരി ഡോക്ടർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ COPD എത്രമാത്രം അപകടകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ശ്വാസകോശത്തെ തകരാറിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് മരണത്തിന് പോലും ഇത് കാരണമായി മാറുന്നുണ്ടോ ഈ ഒരു രോഗം? അതൊരു നല്ല ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ COPD വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥയാണ്. COPD-യിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വായു സഞ്ചാര അറകൾ നശിക്കുകയാണ്. അപ്പോൾ ഈ ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത് കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളപ്പെടുന്നതും തടയുന്നു. അപ്പോൾ പൂർണ്ണമായും അതിങ്ങനെ കാലക്രമേണ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മുഴുവനായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നശിക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും കണക്ട് ചെയ്യുന്ന രക്തധമനികളിലെ പ്രഷർ വർദ്ധിക്കുന്നു, ഹൃദയത്തിന്റെ മീതെ ഒരുപാട് പ്രഷർ വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കാരണം തന്നെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നു, സ്ഥിരമായി ഓക്സിജൻ വെക്കേണ്ട ആളുകൾ വരാം. പിന്നെ ഈ COPD-ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസമുട്ട് വർദ്ധിച്ചു വരിക, COPD എക്സസർബേഷൻ വരും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമുക്ക് സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ അത് കാരണം നമ്മുടെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കാം. പിന്നെ ഈ COPD ഉള്ള ആളുകൾക്ക് സാധാരണയായി കണ്ടുവരുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ ഉള്ള അസുഖങ്ങളും ഈ COPD-ക്കാർക്ക് ഉണ്ടാവാം. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ മൊത്തം ക്വാളിറ്റിയും നഷ്ടപ്പെടുത്തുന്ന ഒരു അസുഖവുമാണ്. പിന്നെ നല്ല മോർബിഡിറ്റി, മരണ സാധ്യത, അതായത് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആദ്യത്തെ 3 മെയിൻ കോസ് ഓഫ് ഡെത്തില് ഒന്നാണ് COPD. എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിലും COPD ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചാൽ, ഏറ്റവും നേരത്തെ പുകവലി നിർത്തിയാൽ, ഏറ്റവും നേരത്തെ ചികിത്സ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ, കൃത്യമായ ഇൻഹേലർ കൃത്യമായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ
നല്ല ജീവിത ക്വാളിറ്റി ഓഫ് ലൈഫ് വെച്ചിട്ട് തന്നെ രോഗികൾക്ക് ജീവിക്കാൻ ദീർഘകാലം ജീവിക്കാൻ സാധിക്കുന്നതാണ്.